ഞാൻ MP ആയി വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഇതിന് മുഴുവൻ കാശും 2 വർഷത്തെ ഫണ്ടിൽ നിന്ന് വന്നെങ്കിൽ തരാം. 2 വർഷത്തെ 5 10 കോടിയും ഞാൻ തരാം. നിയമം അനുസരിച്ച് വരുമോ? നെട്ടിശ്ശേരിയിൽ ഒരു റോഡിന് 18 ലക്ഷത്തി 70,000 രൂപ കൊടുത്തത് മൊബൈൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണോ? അത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്. അതിലേക്കൂടെ MP ഫണ്ടിൽ നിന്ന് റോഡ് ചെയ്തുകൂടാ. ആ റോഡ് മാത്രം ഒഴിവാക്കി അവിടുത്തെ കൗൺസിലർ റോഡ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് മാത്രം ഒഴിവാക്കി. അപ്പം ഞാൻ തിരിച്ച് കളക്ടറോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വത്തിന് ആ ഗേറ്റ് ഇട്ട് ആ റോഡ് അടയ്ക്കാമല്ലോ അല്ലേ? പോലീസ് വണ്ടികളൊന്നും വിയ്യൂരിലേക്ക് ആ കുറുക്ക് വഴിയിലൂടെ പോകണ്ടല്ലോ അല്ലേ? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇതെല്ലാം. ഇതും ജനങ്ങളുടെ ആവശ്യത്തിനാണ്. നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ നിയമപാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം. അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത്. ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും PT ഉഷയെ കൊണ്ട് ആ കാശ് ഇടിക്കാം. ഞാൻ 2 വർഷത്തെ മുഴുവൻ കാശ് തന്നില്ല. അതല്ലാതെ MP ഫണ്ട് അല്ലാതെ സ്പോർട്സ് വകുപ്പിലൂടെ അല്ല. അപ്പൊ പിന്നെ എൻ്റെ അടുത്തൊന്നും ആരും എനിക്ക് മറുപടി പറയാതെ പോകാനാണ്. ഇനി സ്പോർട്സ് വകുപ്പിലൂടെ തന്നെ സായി, എനിക്ക് തോന്നുന്നു ഇത് ഇട്ട കേസാണ് അല്ലേ? സ്പോർട്സ് അതോറിറ്റി സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്നെന്തെങ്കിലും ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെൻറ്റിൽ ബഡ്ജറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനും ശ്രമിക്കും. അതിപ്പം MP ആയാലും ഇല്ലെങ്കിലും, ജയിച്ചാലും തോറ്റാലും എന്നൊരു പ്രയോഗം ഇനിയില്ല. വിജയിച്ച് വന്ന് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. ഓ, ജയിച്ചാലേ ചെയ്യത്തുള്ളൂ, അപ്പൊ തോറ്റാ ചെയ്യില്ലേ? തോക്കുന്ന പ്രശ്നമില്ല.